എന്നാലും അക്ഷയ്, കലാശ പോരാട്ടത്തിന്റെ ആദ്യ പകുതി അവസാനിപ്പിക്കുമ്പോൾ വമ്പൻ മത്സരമാണ് ഇരു ടീമുകളും കാഴ്ചവെക്കുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹാഫ് ടൈം എത്തുമ്പോൾ എന്തായാലും 0-0 എന്ന നിലയിലാണ് നമ്മളോടൊപ്പം പ്രദീപ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. പ്രദീപ്, ഹാഫ് ടൈം എത്തുമ്പോഴത്തേക്ക് ഒരു ടീമിനും ഗോളുകളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ സ്പെയിനിന്റെ ഒരു ആധിപത്യമാണ് കാണാൻ സാധിച്ചതും അല്ലേ? തീർച്ചയായും ആദ്യ പകുതിയിൽ മെസ്സിക്ക് അധികം പന്തടക്കം കയ്യിൽ കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. അതേസമയം യാമിൻ ലമാലിനടക്കം വലിയ രീതിയിലുള്ള അവസരങ്ങൾ ആണ് ലഭിച്ചത്. ആ ഒരു ആധിപത്യം തുടക്കം കാണാൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് ആദ്യ പകുതി പിന്നിടുമ്പോൾ പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും ആദ്യ പകുതിയിൽ വ്യക്തമായ സ്പാനിഷ് ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ അത്ഭുതപ്പെടാനുമില്ല. ഏറെക്കുറെ ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ആക്രമണ നിരയായിട്ട് വന്ന അല്ലെ ഫേവറേറ്റുകളായി കണ്ടിരുന്ന ഫ്രാൻസിനെ സെമിയിൽ വിയർപ്പിച്ചത് എവിടെ നിന്നാണോ അവിടെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് തന്നെയാണ് അവർ ഈ ആദ്യ പകുതിയിലും തുടരുന്നത്. അർജന്റീന നന്നായി വിയർക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തി ആകില്ല. കൃത്യമായും ഒരു നല്ലൊരു മുന്നേറ്റം പോലും, അതായത് നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 0-0 എന്നാണ് ഗോളുകളെങ്കിലും ഒരു നല്ലൊരു മികച്ചൊരു അവസരം പോലും സൃഷ്ടിക്കാൻ അർജന്റീനയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്നാണ് സത്യം. എന്നാൽ അതേസമയം സ്പെയിൻ എണ്ണം പറഞ്ഞ 3 അവസരങ്ങളാണ് ഈ ആദ്യ പകുതിയിൽ സൃഷ്ടിച്ചത്. ദീപു മാർട്ടിനസിൻ്റെ, അതായത് ഗോളി മാർട്ടിനസിൻ്റെ വ്യക്തിഗത മികവും ഒരല്പം ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതൊന്നും ഗോളായി അവസാനിക്കാതിരുന്നതെന്നാണ് സത്യം. 3 ഭാഗങ്ങളിൽ നിന്നും കൃത്യമായ ആക്രമണം അവർ അഴിച്ചുവിടുകയാണ്. വലതു വിങ്ങിൽ ലാമിനെ യമാൽ എനിക്ക് തോന്നുന്നു ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ഫോമിലാണ് ഇന്ന് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതു വിങ്ങിൽ കുക്കുറേല ബാക്കിൽ നിന്ന് കയറി വന്ന വിങ്ങുകളിൽ കൂടി അരിച്ചു കയറി ആക്രമിക്കുന്ന കുക്കുറേല വല്ലാതെ നമ്മുടെ അർജന്റീന പ്രതിരോധത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ ഒയർസബാൽ സെൻറ്റർ, അതായത് മധ്യത്തിൽ നിന്നുള്ള സ്ട്രൈക്കറായ ഒയർസബാൽ വളരെ മികച്ച ആക്രമണങ്ങളും അഴിച്ചുവിടുന്നുണ്ട്. അപ്പം ശരിക്കും ബോൾ പൊസഷനിൽ ഉൾപ്പെടെ അർജന്റീന നന്നായി വിയർക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര അത്ഭുതപ്പെടാനുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. കാരണം ഏറെക്കുറെ ഒരു ടിക്കി ടാക്കാലെ പൊസഷൻ ഗെയിം ബാർസലോണ താരങ്ങൾ ഏറെയുള്ള അല്ലെങ്കിൽ ഒരു ആഭിമുഖ്യം, ഒരു പ്രാതിനിധ്യം വളരെ അധികമുള്ള സ്പാനിഷ് ടീം ആ ഒരു പൊസഷൻ ഗെയിമിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നുള്ളത് ഏറെക്കുറെ നമുക്കെല്ലാം ഫ്രാൻസുമായിട്ടുള്ള സെമി കണ്ടപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അർജന്റീന ശരിക്കും നന്നായി വിയർക്കുന്നു. പക്ഷേ അർജന്റീന ആരാധകർക്ക് ആശ്വസിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരു ഗോൾ ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ പൊതുവെ മത്സരത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തും അവർ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീടാണ് അവർ തിരിച്ചടിച്ചും പിന്നിൽ നിന്ന് വന്നു കയറിയുമാണ് അവർ പലപ്പോഴും മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സി അടുത്ത രണ്ടാം പകുതിയിൽ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന പ്രതീക്ഷയിലാകും അർജന്റീന ആരാധകർ. കാരണം ഇപ്പോൾ തന്നെ അവർ നന്നായി ബുദ്ധിമുട്ടുന്നു. ഒരു മഞ്ഞക്കാർഡ് വാങ്ങിയാൽ കാരണം പ്രതിരോധത്തിലെ വിശ്വസ്തനായ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഇപ്പോൾ അവർക്ക് മാറ്റി ഒട്ടമെൻഡിയെ, ഒരല്പം കൂടെ പരിക്കൻ അടവുകാരനായ ഒട്ടമെൻഡിയെ അവർക്ക് കളത്തിൽ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അർജന്റീന സ്കലോണിയും കൂട്ടരും അത്യാവശ്യം നന്നായി വിയർക്കുന്നു എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ അതിൽ അടുത്ത പകുതി ഇനി എങ്ങനെ നീങ്ങും അർജന്റീന? ഈ ഗോളുകളായി പൊസഷനെ കൺവേർട്ട് ചെയ്ത് ഗോളുകളാക്കാൻ സ്പാനിഷ് പടയ്ക്ക് കഴിയുമോ, അതോ കളിയുടെ താളം തിരിച്ചു പിടിക്കാൻ മെസ്സിക്കും കൂട്ടർക്കും ആകുമോ എന്ന് നമുക്ക് അടുത്ത 45 മിനിറ്റുകളിൽ അറിയാൻ കഴിയും. തീർച്ചയായും പ്രദീപ്, എന്തായാലും ഇതിലൊന്നും മത്സരം എങ്ങനെയായിരിക്കുമെന്ന് നിർണ്ണയിക്കാനായിട്ടില്ല. അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ എന്ന് തന്നെയാണ് പ്രദീപും പങ്കുവയ്ക്കുന്നത്.